സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ സംസാരിക്കുന്നതുകൊണ്ട് കൂടിയാണ് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് എന്താണ് സമൂഹം ബോധവൽക്കരിക്കപ്പെടുകയും ജനം മാറി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ്. പക്ഷേ ഈ സംസാരിക്കുന്നവർ തന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, സംസാരിക്കുന്നവർ കുറേ കൂടി എന്താണ് പറയുക, സംയമനത്തോടെ അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപങ്ങൾ വന്നതിന് ശേഷം നടക്കുന്ന ചില ഡിസ്കഷൻസ് ഉണ്ട്. ഈ ഡിസ്കഷൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ ആനുപാതികമല്ലാത്ത രീതിയിൽ ആക്രമിക്കപ്പെടുന്നു ഇത്തരം വിഷയങ്ങളിൽ. എല്ലാ പുരുഷന്മാരും സ്ത്രീ പീഡകരാണ്, എല്ലാ പുരുഷന്മാരും പെർവേർട്ടുകളാണ് എന്നൊരു ധാരണ സൃഷ്ടിക്കാൻ ഇത്തരത്തിൽ ഈ ഓക്കായിട്ടുള്ള സ്ത്രീകളുടെ ഈ ഇടപെടലിനെ കൊണ്ട് വരുന്നു എന്നുള്ളൊരു വാദം അതിശക്തമാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കാരണം എല്ലാ പുരുഷന്മാരും പെർവേർട്ടുകളാണ്, എല്ലാ പുരുഷന്മാരും സ്ത്രീ പീഡകരാണ്, എല്ലാ പുരുഷന്മാരും ഒറ്റയ്ക്ക് സ്ത്രീ കെട്ടിയാൽ ആക്രമിക്കുന്നവരാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ പ്രതികരണങ്ങൾ കാരണമാകുന്നു എന്നൊരു വാദമുണ്ട്. ആ വാദത്തിൽ കുറച്ചൊക്കെ ശരിയുണ്ട്. അതിന് കാരണം എല്ലാ പുരുഷന്മാരും പെർവേർട്ടുകളല്ല, എല്ലാ പുരുഷന്മാരും ഒറ്റയ്ക്ക് സ്ത്രീകളെ കണ്ടാൽ ആക്രമിക്കുന്നവരല്ല. മറ്റൊന്ന്, ഈ പുരുഷന്മാർ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ ഏതോ ഒരു തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ അവൻ നിങ്ങളുടെ അടുത്ത് മാന്യമായി പെരുമാറുന്നുണ്ടാകാം, അവൻ മാന്യതയുടെ ഉള്ളിൽ ഈ ഏത് പുരുഷനും എന്ത് ചെയ്യുന്നു, അവൻ്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ട്, അതുകൊണ്ട് പുരുഷന്മാരോടെല്ലാം നിങ്ങൾ സൂക്ഷിച്ച് പെരുമാറണം എന്ന ഒരു മെസ്സേജ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, പ്രസ്താവനകളൊക്കെ നൽകുന്നുണ്ട്. അതും ഒരു പരിധിവരെ ശരിയാണ്. കാരണം എല്ലാ പുരുഷന്മാരെയും സ്ത്രീകൾ സംശയത്തോടെ വീക്ഷിക്കാനും അവരെ ഒരുതരം എന്താണ് പറയുക, പാരനോയിയോടെ നോക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ ഗതി എന്താവും? എല്ലാ പുരുഷന്മാരും ഇങ്ങനെയല്ല, ഒരിക്കലുമല്ല. അപ്പോൾ ഒരുതരം പുരുഷവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള ഒരു പ്രചാരണം, സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇത് പെൺകുട്ടികളെയും സ്വാധീനിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ സ്ത്രീകൾക്ക് തന്നെ ഒരു ചോയ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ അടുത്തിടയ്ക്ക് വന്ന കുറേ കോൾ ഔട്ട് പോസ്റ്റുകൾ ഓർമ്മയുണ്ടാവുന്ന എനിക്ക് ഒരു വിദേശത്തുള്ളൊരു കവിയും നടനൊക്കെ ആയിട്ടുള്ള ഒരാൾക്കെതിരെ ഒരു കോൾ ഔട്ട് പോസ്റ്റ് വന്നിരുന്നു. ആ കോൾ ഔട്ട് പോസ്റ്റ് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുകൾ, ഈ രണ്ട് കേസുകളിലും ചില കാര്യങ്ങൾ ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഇതെല്ലാം കൺസെൻറ്റോടുകൂടി നടന്നിട്ടുള്ള പരസ്പര ബന്ധങ്ങളാണ്, ഇതിനെല്ലാം റേപ്പായിട്ട് ചിത്രീകരിക്കുന്നു എന്നൊരു വാദവും സമൂഹത്തിൽ വരുന്നുണ്ട്. ഞാനിത് പറയുന്നത് ഇതിൽ തെറ്റോ ശരിയോ എന്നുള്ള അർത്ഥത്തിലല്ല. ഈ വാദം ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും പുരുഷന്മാരെ, യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സ്ത്രീകളെല്ലാം പുരുഷന്മാരെ കുടുക്കാൻ നടക്കുന്ന ആളുകളാണ്. ഇത് പരസ്പരമുള്ള സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരസ്പരമുള്ള ഒരു അവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഈ പെണ്ണുങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, കൺസെൻറ്റോട് കൂടി ബന്ധപ്പെടും, എന്നിട്ട് നാളെ ഇത് തിരിച്ച് വിളിച്ചു പറയും. അതുകൊണ്ട് ഈ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകരുത് എന്നൊരു വാദം പുതുതലമുറയിൽ ശക്തമാണ്. ഈ പുതുതലമുറയിൽ ജെൻസി കിഡ്സിനിടയിൽ വളർന്നു വരുന്ന സ്ത്രീ വിരുദ്ധതയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഇതാണ്. കാരണം ഇവരെ ഏത് വിധേന, ഇവർക്കിപ്പോൾ സൊസൈറ്റിയും ലീഗൽ സിസ്റ്റവും നൽകുന്ന പ്രിവിലേജ് ഉപയോഗിച്ച് ഏത് പുരുഷനെയും വേട്ടയാടാൻ കഴിയുന്ന പ്രിവിലേജിലാണ് ഇപ്പോൾ സ്ത്രീ ഉള്ളത് എന്ന് ധരിക്കുന്ന പുതുതലമുറയുണ്ട്. ഈ ഒരു അവിശ്വാസം മാറേണ്ടതുണ്ട്. ഒരു വശത്ത് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സമൂഹം ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ പുരുഷന്മാരും പെർവേർട്ടുകളും അക്രമാരികളും അല്ല എന്ന ബോധം സ്ത്രീകൾക്കുണ്ടാവണം. മറ്റൊന്ന്, സ്ത്രീകൾക്ക് ഒരു എല്ലാ പുരുഷനെയും പാരനോയിയോടെ, എല്ലാ പുരുഷനെയും എന്താണ് പറയുക, സംശയത്തോടെ ഇടപെടേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഒഴിവാക്കേണ്ടതുണ്ട്. എല്ലാ പുരുഷന്മാരും അക്രമാരികളല്ല എന്ന ബോധം സ്ത്രീകൾക്കുണ്ടാവേണ്ടതുണ്ട്. പുരുഷനും സ്ത്രീകളും സഹകരണത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ ആരോഗ്യകരമായ സമൂഹമായി മാറുകയുള്ളൂ. പരസ്പരം ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരമായുള്ള ഒരു അവിശ്വാസം. എതിരെ വരുന്ന സ്ത്രീ ആവട്ടെ, ഇവളെന്നെ സെഡ്യൂസ് ചെയ്ത് നാളെ കൊടുക്കാൻ പോകുന്നവളാണ് എന്നൊരു ചെറുപ്പക്കാരൻ തീരുമാനിക്കുന്നു. എതിരെ വരുന്ന സ്ത്രീ എന്താ തീരുമാനിക്കുക, ഈ വരുന്ന മാന്യൻ്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ട്, അവനോട് സൂക്ഷിച്ച് ഇടപെടാൻ പറ്റും. ഇങ്ങനെ ഒരു സമൂഹം എങ്ങനെ മുന്നോട്ട് പോകും? ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇത് ഞാൻ ഈ പറയുന്ന രാഹുൽ ഈശ്വർ വാദമൊന്നും അല്ല ഞാൻ പറയുന്നത്, എന്താണ് എക്സ്ട്രീം ഫെമിനിസം അല്ല നമുക്ക് വേണ്ടത്, എക്സ്ട്രീം പാട്രിയാർക്കി അങ്ങനെയുള്ള വാദമൊന്നുമല്ല. പക്ഷേ ഇത് ഒരു പരസ്പരമായൊരു ആശയവിനിമയം, ഈ അർത്ഥത്തിൽ കുറേ കൂടി സമചിത്തതയോടുള്ളൊരു ആശയവിനിമയം നടക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഫെമിനിസം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നത് ഫെമിനിസം തന്നെയാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്.